ഫ്രണ്ട്സ്, എല്ലാവർക്കും SMK മാജിക്കൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ന്യൂട്രീഷ്യസ് പിസ്സ ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 1.5 കപ്പ് പച്ചരി വെച്ചിട്ടാണ്. ഇത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിലേക്ക് കുതിർത്തെടുത്ത പച്ചരി ഇട്ട് കൊടുക്കാം. അതുപോലെ വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ പകുതി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും പച്ചമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ ഈ അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നല്ല മീഡിയം സൈസ് സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തതും അതുപോലെ കാപ്സിക്കം പകുതി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില അതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ നാളികേരവും. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ഇട്ട് കൊടുക്കുക. അതുപോലെ നല്ല ഫ്ലേവറിന് 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. ഇനി നല്ല സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് പൊട്ടുകടല ഇടുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണമാക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈരും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചട്നിയിലേക്കുള്ള കടുകും കറിവേപ്പിലയും താളിക്കാം. അപ്പം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ചുട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു